ഗൗരിയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിവിട്ട് ദേവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിൽ പ്രവീണിൻ്റെ കൂടെ ഫ്രണ്ട് നീരജും ഉണ്ടായിരുന്നു. വേഗത്തിൽ ദേവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഡോക്ടർ വല്ലതും പറഞ്ഞോ? ബോധം വന്നോ രവിക്ക്? നീ പോയതിനു ശേഷം ഡോക്ടർ വന്നിട്ടില്ല, പ്രസാദ് പറഞ്ഞു. എടാ, എന്ത് കോല നിന്റെ, മുടിയൊക്കെ ആകെ പാറി പറന്ന് കണ്ണുമുഖം വല്ലാതിരിക്കുന്നു. ഐസിയുവിന് മുന്നിൽ തന്നെ നോക്കി നിൽക്കണമെന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരറിയിക്കും. റൂമിൽ പോയിരിക്കാം, വാ. എത്രയാ റൂം നമ്പർ? നീരജ് ചോദിച്ചു. ഞാൻ റൂമൊന്നും എടുത്തിട്ടില്ല, ദേവൻ ശാന്തമായി പറഞ്ഞു. അത് കേട്ട് നീരജ് അമ്പരപ്പോടെ ചോദിച്ചു, എടുത്തില്ലേ? അപ്പോൾ ഇന്നലെ നീ എവിടെ കിടന്നത്? ഉറക്കം വന്നില്ല, പിന്നെന്തിനാ വെറുതെ കിടക്കുന്നത്? ദേവൻ മറുപടി പറഞ്ഞു. എടാ, സ്വന്തം അനിയനാണെങ്കിൽ കൂടി ഒരാളും ഇത്രയൊന്നും കഷ്ടപ്പെടില്ല. നീ വല്ലാതെ കൂടി പോകുന്നുണ്ട്. രവിക്ക് നല്ല ചികിത്സ കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ കൂടുതലൊന്നും ഒരു ജോലിക്കാരന് ആവശ്യമില്ല. നീരജിൻ്റെ സംസാരം കേട്ടതും ദേവൻ്റെ മുഖം മാറി. നീരജ്, ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുള്ളതാ, രവി എൻ്റെ ജോലിക്കാരനല്ല. ബന്ധങ്ങളുണ്ടാകുന്നത് കേവലം രക്തബന്ധത്തിൽ നിന്ന് മാത്രമല്ല, ആത്മബന്ധത്തിൽ നിന്ന് കൂടിയാ. ചുറ്റുമിരുന്ന് തമാശ പറയാനും പൊട്ടിച്ചിരിക്കാനും സ്നേഹിക്കാനും ഒരുപാട് പേരുണ്ടാവുമ്പോൾ ഇത്തരം ബന്ധങ്ങളുടെ വില ആർക്കും മനസ്സിലാവില്ല. രവി എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. ജീവിതത്തിലെ ഇരുളടഞ്ഞ നാളുകളിൽ ആരും കൂടെ ഇല്ലാത്തപ്പോൾ ചേർത്ത് പിടിച്ച കൈകളാ അവൻ്റേത്. അന്ന് അവനൊരു ജോലിക്കാരനായല്ല, ഒരു സഹോദരനായ എന്നെ നോക്കിയിരുന്നത്. ഇന്ന് അവൻ വേദനയിൽ കിടക്കുമ്പോൾ അവന് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നീരജ്, ചില ബന്ധങ്ങൾ നമ്മൾ തേടിപ്പോകുന്നതല്ല, മറിച്ച് കാലം നമ്മളിലേക്ക് തരുന്നതാ. അതിനെ ജോലിക്കാരനെന്നോ അടിമ എന്നോ ഉള്ള ലേബലിൽ ഒതുക്കാൻ കഴിയില്ല. ഞാൻ തന്നെ പല തവണ അവനോട് പറഞ്ഞിട്ടുള്ളതാ അവൻ എൻ്റെ ജോലിക്കാരനാണെന്ന്. എന്നാൽ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് വന്നതല്ല, അത് അവനും അറിയാം. പക്ഷേ ഇത്തവണ എൻ്റെ വാക്കുകൾ അവനെ കൂടുതൽ വേദനിപ്പിച്ചു. ഒരു കാര്യവും ഇല്ലാതെ ഞാൻ അത്രയും പറയില്ലെന്ന് അവൻ ചിന്തിച്ചില്ല. അവൻ എഴുന്നേറ്റ് നടക്കുന്നത് വരെ അവനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തം എനിക്ക് മറ്റൊന്നില്ല. അതിപ്പോൾ ഊണാണെങ്കിലും ഉറക്കാണെങ്കിലും. എടാ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, നിന്റെ അവസ്ഥ കണ്ട് പറഞ്ഞു പോയതാ. നീ ഉണ്ണാതെ ഉറങ്ങാതെയും കാത്തിരുന്നത് കൊണ്ട് അവൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമോ? അതിന് ഡോക്ടേഴ്സ് ശ്രമിക്കുന്നുണ്ടല്ലോ. പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, നമുക്കതല്ലേ ചെയ്യാൻ കഴിയൂ. ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്ന് നിന്റെ ആരോഗ്യം കൂടെ നശിപ്പിക്കുന്നത് എന്തിനാ? നീരജ് ചോദിച്ചു. ഒന്നിനും എനിക്ക് കഴിയുന്നില്ല നീരജ്. കണ്ണൊന്നടച്ചാൽ എന്നെ കബളിപ്പിച്ച് എൻ്റെ മുന്നിലൂടെ ദൈവം അവനെ കൊണ്ടുപോകോ എന്നൊരു ഭയം. എടാ, എന്തൊക്കെ നീ പറയുന്നത്? ചെറിയ കുട്ടികളെപ്പോലെ ആകാതെ പ്രാക്ടിക്കലായി ചിന്തിക്ക്. വിധി എന്ന് പറയുന്നത് മാറ്റിമറക്കാൻ പറ്റുന്ന ഒന്നല്ല ദേവാ. ഇങ്ങനെ പോയാൽ രവിയെ കാണുന്നതിന് മുൻപ് തന്നെ നീ തളർന്നു വീഴും. നിന്റെ ഈ അവസ്ഥ കണ്ട് അവന് പോലും സങ്കടാവേ ഉള്ളൂ. അവന് തണലായി കൂടെ നിൽക്കാൻ നീ ആരോഗ്യവാനായിരിക്കണം. അത് നീ തിരിച്ചറിയുന്നില്ലേ? പ്രസാദ് ചോദിച്ചു. ആ സമയത്ത് ഐസിയുനുള്ളിൽ നിന്ന് ഒരു നേഴ്സ് വന്ന് പറഞ്ഞു, ഈ ബില്ലൊന്ന് അടച്ചിട്ട് വരൂ. അത് കൊടുത്ത് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ നേഴ്സ് തിരിഞ്ഞു നിന്ന് ദേവനോട് പറഞ്ഞു, ഇനി സങ്കടപ്പെടണ്ട, അനിയന് ബോധം വന്നു കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടർ വന്നിട്ട് പറയും. അത് കേട്ടതും സന്തോഷം കൊണ്ട് അവൻ്റെ ഉള്ളമൊന്ന് തുടിച്ചു. എടാ, സന്തോഷമായില്ലേ? പ്രസാദ് ചോദിച്ചു. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ബില്ലടച്ചിട്ട് വരാം, നീരജ് പറഞ്ഞു. ദേവൻ ബില്ലും കാർഡും കൊടുത്തു. ഡോക്ടർ വന്നപ്പോൾ ദേവനോട് കയറി രവിയെ കണ്ടോളാൻ പറഞ്ഞു. ഐസിയുലേക്ക് ഓടിക്കയറിയ ദേവൻ കണ്ടത് തലമൊത്തം ബാൻഡേജ് കൊണ്ട് പൊതിഞ്ഞു കെട്ടിയ രവിയെയാണ്. വലതുകൈ സ്ലിംഗ് ഉപയോഗിച്ച് തൂക്കിയിട്ടിരിക്കുന്നു. കാലും പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അവനെ കണ്ടതും രവി എന്ന് വിളിച്ച് ദേവൻ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൻ്റെ കവിളിൽ പതുക്കെ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു, എന്തിനാടാ എന്നെ വിട്ടുപോയത്? അവൻ്റെ തലയിലും കൈകളിലുമെല്ലാം ഒന്ന് കണ്ണോടിച്ച ശേഷം ദേവൻ രവിയുടെ ഇടത് കൈ തൻ്റെ കൈകളിലെടുത്ത് അതിൽ പതിയെ ചുണ്ടുകൾ അമർത്തി. സോറി രവി, എൻ്റെ വാക്കുകൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അത് മനഃപൂർവ്വമായിരുന്നില്ലടാ, എന്നോട് നീ ക്ഷമിക്ക്. ആ സമയത്ത് ഡോക്ടർ കയറി വന്നു. പേഷ്യൻറ്റിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കണ്ട. ഇടിയുടെ ആഘാതത്തിൽ നിന്ന് മൈൻഡും ബ്രെയിനും റിക്കവർ ആയിട്ടില്ല. ദേവൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് ഡോക്ടർ തുടർന്നു. ബോധം വന്നെങ്കിലും അവൻ പൂർണ്ണമായി റിക്കവർ ആയിട്ടില്ല. ചിന്തിക്കാനും പ്രതികരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടാൻ ഇനിയും സമയമെടുക്കും. ഇപ്പം അവനെ നിർബന്ധിച്ച് സംസാരിപ്പിക്കാൻ ശ്രമിക്കരുത്.
അത് മസ്തിഷ്കത്തിന് കൂടുതൽ സമ്മർദ്ദം നൽകും. രവി ദേവന്റെ കയ്യിൽ വിരലുകൾ കൊണ്ട് മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് കണ്ട് ദേവൻ അത് തുടച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ലടാ, പേടിക്കണ്ട, ഞാനില്ലേ നിന്റെ കൂടെ. ഡോക്ടർ അവന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു നേഴ്സ് അവനോട് പറഞ്ഞു, ഇവിടെ നിന്നത് മതി, പുറത്തേക്ക് പോയിക്കോളൂ. ദേവൻ രവിയുടെ കൈ ബെഡിലേക്ക് പതിയെ വെച്ച് അവന്റെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. ശേഷം പുറത്തേക്ക് നടന്നു. ഡോറിനടുത്തെത്തി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചു. എന്നിട്ട് അവിടുന്ന് പോയി. ദേവൻ രവിക്ക് ബോധം വന്ന കാര്യം ഗൗരിയെ വിളിച്ചറിയിച്ചു. അവൾ കോൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അടുത്തിരുന്ന ഭാനുവിനോട് പറഞ്ഞു, അമ്മേ, രവിയേട്ടന് ബോധം വന്നു എന്ന്. എന്നിട്ട് കോൾ കട്ട് ചെയ്ത് ഫോൺ സ്ലാബിന് മുകളിൽ കൊണ്ടുവച്ചു. അമ്മയെന്നോ? അവൾ മഹേന്ദ്രത്തിലല്ലേ ഉള്ളത് എന്ന് ചിന്തിച്ച് ദേവൻ വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചു. വീണ്ടും കോൾ വരുന്നത് കണ്ട് ഗൗരി ഫോൺ എടുത്തു നോക്കി പറഞ്ഞു, എന്താ സാറ് വീണ്ടും വിളിക്കുന്നേ? കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ ദേവൻ ചോദിച്ചു, നീ മഹേന്ദ്രത്തിലല്ലേ ഉള്ളത്? അതെ. അവിടെ ആരെ നീ അമ്മയെന്ന് വിളിച്ചത്? അത് കേട്ടവൾ ഞെട്ടിത്തെരിച്ചുപോയി. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ വാക്കുകൾക്ക് പരതി. അത് 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 ഞാൻ വെറുതെ ഒരു ആത്മകഥം പോലെ പറഞ്ഞതാ. ഓ, ഇപ്പം നീ മഹാദേവ എന്ന വിളി നിർത്തി അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയോ? ആ, തുടങ്ങി. മഹാദേവ എന്ന് വിളിച്ച് ദൈവം എന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നെത്തിച്ചു. ഇനി അമ്മയെന്ന് വിളിച്ചാൽ ഞാൻ അമ്മയുടെ അടുത്ത് എത്തുമല്ലോ, സ്വർഗത്തിൽ എന്ന് പറഞ്ഞവൾ കോൾ കട്ട് ചെയ്തു. ദേവൻ അവളുടെ മറുപടിയിൽ ചെറിയൊരു വേദന തോന്നി. ഹോ, പിടിക്കപ്പെട്ടു എന്ന് വിചാരിച്ചു. നീ എന്നെ ഇവിടുന്ന് വേഗം പറഞ്ഞുവിടുന്ന ലക്ഷണമുണ്ടല്ലോ. സോറി അമ്മേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ. ഭാനുക്കുഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് കുഞ്ഞെങ്ങാനും അറിഞ്ഞാൽ ഇവിടുന്ന് പോകേണ്ടി വരുന്നത് ഞാൻ കൂടി ആയിരിക്കും. ഭാനുക്കുഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് ഒരു കുഞ്ഞും അറിയാൻ പോകുന്നില്ല, പോരെ? ഇത്ര നേരം മൂടിക്കെട്ടിയിരുന്ന നിന്റെ മുഖം ഇപ്പം നല്ല തെളിച്ചുണ്ടല്ലോ. രവിയേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി ഒരു കാരണമാണല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് ഒട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല. ബോധം വന്നു എന്ന് കേട്ടപ്പോൾ വല്ലാതൊരാശ്വാസം. രവിയുടെ ഈ അവസ്ഥയ്ക്ക് നീ എങ്ങനെ കാരണമാവുന്നത്? അവനെ ദേവൻ വഴക്കു പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടുന്ന് പോയത്? പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ ഗൗരി ഒന്ന് പകച്ചു. ആ അതെ, സാറ് വഴക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ രവിയേട്ടൻ ഇവിടുന്ന് പോയത്. എങ്കിലും സാറ് വഴക്ക് പറയുമ്പോൾ ഞാൻ തടയേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. തടഞ്ഞിരുന്നെങ്കിൽ മോൾക്കും നല്ല വഴക്ക് കേൾക്കുമായിരുന്നു, രാമേട്ടൻ പറഞ്ഞു. എങ്കിൽ പ്രശ്നം ഇത്രയല്ല ഉണ്ടാവൂ. ഇവളെ എന്തെങ്കിലും എൻ്റെ മോനൊന്ന് പറഞ്ഞാൽ ഇവള് 10 എണ്ണം തിരിച്ചു പറയുമല്ലോ. അമ്മയുടെ മോൻ്റെ പ്രവൃത്തി ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ എൻ്റെ മോനെ കുറ്റം പറയുകയാണല്ലേ എന്ന് പറഞ്ഞ് ഭാനു ഗൗരിയുടെ ചെവിയിൽ പിടിച്ചു. ചെവി വേദനിച്ചവൾ കരയാൻ തുടങ്ങിയപ്പോൾ ഭാനു ചെവിയിൽ നിന്ന് കൈയെടുത്തു. ഗൗരി 2 കൈയും ഇടുപ്പിൽ കുത്തി ചോദിച്ചു, അമ്മ എന്നോട് അമ്മായിയമ്മ പോരെടുക്കുക? ദേ, ഇവിടെ ഒളിച്ചു താമസിക്കുകയാണെന്ന് സാറ് വരുമ്പോൾ ഞാൻ പറയുവേ. ആഹാ, നീ പറയോ എന്ന് ചോദിച്ച് ഭാനു വീണ്ടും ചെവിയിൽ പിടിക്കാൻ പോയപ്പോൾ ഇല്ലില്ല, പറയില്ല എന്ന് പറഞ്ഞ് അവൾ മാറി നിന്നു. ഭാനു ചെവിയിൽ പിടിക്കാൻ വരുന്നില്ലെന്ന് കണ്ട് വീണ്ടും അവൾ ഞാൻ പറയും എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി. അവളെ പിടിക്കാനായി ഭാനുവും പുറകെ ചെന്നു. അവരുടെ കളിച്ചിരികൾ അങ്ങനെ മുന്നോട്ടു പോയി. പിറ്റേന്ന് ഓഫീസിലെത്തിയ ഗൗരിയെ വരവേറ്റത് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു. അസ്വസ്ഥതയോടെ അവൾ അപർണയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഫോണ് തുടർച്ചയായി ബെല്ലടിക്കുന്നത്? അറ്റൻഡ് ചെയ്യാൻ സമയമായിട്ടില്ലല്ലോ. എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും, അതാ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗരി വരുന്നതിന് മുൻപ് അഞ്ജലി ഓഫീസിലെത്തിയിരുന്നു. ഗൗരി അകത്തേക്ക് വരുന്നത് കണ്ടതും അഞ്ജലി അവളുടെ മുഖത്ത് നോക്കി ഗൂഢമായി ഒന്ന് ചിരിച്ചു. രാജീവ് ഓഫീസിലേക്ക് വരുന്നത് കണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഗൗരി ഒന്ന് ചിരിച്ചെങ്കിലും ദേഷ്യത്തോടെ അവളെ നോക്കി അവൻ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും ഗൗരിയെ അവൻ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഗൗരി ക്യാബിനിലെത്തിയതും രാജീവ് ദേഷ്യത്തോടെ ചോദിച്ചു, ആ റിസോർട്ടിൻ്റെ കൊട്ടേഷൻ അയക്കാൻ പറഞ്ഞ് നീ അയച്ചോ? അയച്ചല്ലോ, അന്ന് തന്നെ അയച്ചു. ഏത് കസ്റ്റമറുടെ ഫയലാ നീ അവർക്ക് അയച്ചു കൊടുത്തത്? അവരുടെ തന്നെ. അല്ല, മറ്റേതോ കസ്റ്റമറുടെ ഫയലെടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. മറ്റേ കസ്റ്റമർക്ക് പകുതി അവരുടെ, പകുതി മറ്റാരുടെയോ. ഇന്നലെ ആ കസ്റ്റമർ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കി. നിനക്കിതൊന്നും അറിയണ്ടല്ലോ, എപ്പോൾ നോക്കിയാലും ലീവ്. നീ എന്തിനാ ജോലിക്ക് കയറിയത്? ലീവ് എടുക്കാനോ? ചെയ്യുന്ന വർക്കിനോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കി. ബോധമില്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് കമ്പനിയുടെ പേര് കളയാൻ. എന്ത് കണ്ടിട്ടാ സാറ് നിന്നെ അസിസ്റ്റൻറ്റ് മാനേജരാക്കിയതെന്നാ എനിക്കറിയാത്തത്. വെറുതെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ.
അയാൾ ഇവിടെ വന്ന് പറഞ്ഞത് മുഴുവൻ കേൾക്കേണ്ടി വന്നത് ഞാനാ. ഇന്ന് വന്ന ഉടനെ തന്നെ അടുത്ത കംപ്ലൈൻറ്റ്. അത് നിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഓരോ കസ്റ്റമറുടെ ഫയലുകളും മാറ്റി അയച്ച കമ്പനിക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഓരോ കസ്റ്റമർക്കും പല മെറ്റീരിയലുകളാണ് യൂസ് ചെയ്യുന്നത്. ഓരോരുത്തരോടും പല റേറ്റുകളാണ് പറഞ്ഞിട്ടുണ്ടാവുക. അതിനെയൊക്കെക്കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? കുറച്ചെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ ഫയൽ മാറ്റി അയക്കൂ. ഗൗരി എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. രാജീവേട്ട, ഞാൻ എന്ന് പറഞ്ഞ് ഗൗരി പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജീവ് ദേഷ്യത്തോടെ പറഞ്ഞു, ഇനി ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ നിൽക്കാതെ പോയി ഇവിടുന്ന്. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ സീറ്റിൽ വന്നിരുന്നു. അഞ്ജലിക്കും നാൻസിക്കും അവളെ കണ്ട് വല്ലാതെ സന്തോഷമായി. ഛേ, ഈ സമയത്ത് ദേവനില്ലാതെ പോയല്ലോ. അല്ലെങ്കിൽ ഇന്ന് തന്നെ അടിച്ചിറക്കുമായിരുന്നു അവളെ. കഴിഞ്ഞിട്ടില്ലടി, ഇനിയും തരാം, അഞ്ജലി മനസ്സിലോർത്തു.